നടന്നു കഴിഞ്ഞു. അപ്പം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഇന്ററാക്റ്റീവ് പ്രോഗ്രാം ഒരു മിനിസ്റ്റർ നേരിട്ട് ഈ പവർ ഹൗസിൽ വന്ന് നേരിട്ട് കാണാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഞങ്ങളുടെ എല്ലാം വലിയ ഉത്തരവാദിത്തങ്ങളുടെ കൃത്യമായ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓഫീസ് സന്ദർശിച്ചത്, ഇനി മീറ്റിംഗ് വിളിച്ചത്. പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാം അറിയുന്നതാണ്, നമ്മളുടെ നിത്യജീവിതത്തിൽ വൈദ്യുതി ഇന്ന് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് വൈദ്യുതി. ഞാൻ കഴിഞ്ഞ ദിവസം വൈദ്യുതി ഭവൻ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ പ്രസംഗത്തിൽ എന്ത് പറയണം എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞ ഒരു കാര്യം, പിന്നെ പലരും അത് ഏറ്റു പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളുടെ വാട്ട് ആർ ദ ബേസിക് നെസസിറ്റീസ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് എന്ന് ചോദിച്ചാൽ നേരത്തെ ഇറ്റ് ഈസ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോതിങ്. ഭക്ഷണമാണ്, വസ്ത്രമാണ്, വീടാണ്. ഇറ്റ് ഈസ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോതിങ്. ഇപ്പോൾ അത് മാറി. ഞാൻ വൈദ്യുതി മന്ത്രി ആയതിനു ശേഷം എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു, ഇറ്റ് ഈസ് എയർ, വാട്ടർ ആൻഡ് പവർ. ഇറ്റ് ഈസ് എയർ, വാട്ടർ ആൻഡ് പവർ. വായുവാണ്, വെള്ളമാണ്, അതേപോലെ തന്നെ പവറാണ് ഇന്ന് നമ്മളുടെ ജീവിതത്തെ ചലിപ്പിക്കാൻ, നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമായ കാര്യം. 100 വർഷങ്ങൾക്ക് മുൻപ് വൈദ്യുതി എങ്ങനെയാണ് ഇവിടെ വിതരണം ആരംഭിച്ചത് എന്ന് സ്വാഗത പ്രസംഗത്തില് പറഞ്ഞപ്പോഴാണ് ഞാനും നിങ്ങളും 100 വർഷം മുൻപുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും നമ്മൾക്ക് സാധിക്കുന്നത്. അന്നത്തെ അവസ്ഥയല്ല അത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് ഗ്രാമത്തിലെ വിവിധ പ്രദേശങ്ങളിലെ രാത്രിയിലൊക്കെ യാത്ര ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ മെഴുകുതിരി കത്തിച്ച് ഒരു റബ്ബർ തോട്ടത്തിൽ നിന്നൊരു ചിരട്ടയെടുത്ത് ആ ചിരട്ടയ്ക്കകത്ത് ഇങ്ങനെ മെഴുകുതിരി പിടിച്ച് പോകുന്നു. അപ്പോൾ ഒരു തീപ്പെട്ടി മേടിക്കും ടൗണിൽ നിന്ന്. മെഴുകുതിരി കത്തിക്കാനൊരു തീപ്പെട്ടി കൊള്ളി വരയ്ക്കും. എവിടെന്നെങ്കിലും മെഴുകുതിരി കാറ്റ് വന്ന് കെട്ടുപോയാൽ വീണ്ടും 1 2 കൊള്ളി വരച്ച് വീണ്ടും മെഴുകുതിരി കത്തിക്കും. അപ്പൊ എല്ലാ ദിവസവും ഞാൻ വീട്ടിലേക്ക് ഓരോ തീപ്പെട്ടി കൊണ്ടുപോകും. അപ്പൊ എന്റെ അമ്മ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, സണ്ണി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതുകൊണ്ട് വീട്ടിൽ തീപ്പെട്ടിക്ക് പഞ്ഞമില്ല. ആ സമയത്ത് ഇന്നിപ്പോ പല ആൾക്കും തീപ്പെട്ടി എന്നാന്ന് അറിയാൻ മേല. ഇപ്പൊ നമ്മള് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ തന്നെയാണ് നമ്മൾ വെളിച്ചം കാണുന്നതും, നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നതും, വെള്ളം കോരുന്നതും. പമ്പിയിലാണ്, വെള്ളം കോരലില്ല. തൊട്ടിയും കിണറൊന്നും അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ കപ്പിയും ഒന്നും ആളുകൾക്ക് അറിയില്ലായിരിക്കും, കയറൊന്നും അറിയില്ലായിരിക്കും. എല്ലാ ജീവിത ചലനങ്ങൾക്കും ഏറ്റവും അത്യാവശ്യം. ഞാൻ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ബീയിങ് ദ പൊസിഷൻ, അതാണ് സിറ്റുവേഷൻ എങ്കിൽ അതിന്റെ ഉൽപാദനം, പ്രസരണം, വിതരണം ഏറ്റവും കാര്യക്ഷമമാക്കാൻ, ഫലപ്രദമാക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാവരും, മന്ത്രി ഉൾപ്പെടെ എല്ലാവരും ഇതിന്റെ ഉൽപാദനം, പ്രസരണം, വിതരണം ഇത് കാര്യക്ഷമമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ. അതിലേക്ക് യോജിച്ച പ്രവർത്തനം ഏറ്റവും അത്യാവശ്യമാണെന്ന് കണ്ടതുകൊണ്ടാണ് അതിൽ ജനപ്രതിനിധികളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ, കാസർഗോഡ് മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ എല്ലാ ജില്ലകളിലും ഒരു റൗണ്ട് മീറ്റിംഗ് ആയി. ആ മീറ്റിംഗ് പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, ഇതിനെ ഒരു പീപ്പിൾ ഫ്രണ്ട്ലി, ജനസൗഹൃദ വകുപ്പും ഡിപ്പാർട്ട്മെന്റും ആക്കാനാണ് പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു. അതും യോഗം നന്നായി സ്വീകരിച്ചു. സ്റ്റീഫൻ മുട്ടു. നടന്നു കഴിഞ്ഞു. അപ്പം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഇന്ററാക്റ്റീവ് പ്രോഗ്രാം ഒരു മിനിസ്റ്റർ നേരിട്ട് ഈ പവർ ഹൗസിൽ വന്ന് നേരിട്ട് കാണാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഞങ്ങളുടെ എല്ലാം വലിയ ഉത്തരവാദിത്തങ്ങളുടെ കൃത്യമായ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓഫീസ് സന്ദർശിച്ചത്, ഇനി മീറ്റിംഗ് വിളിച്ചത്. പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാം അറിയുന്നതാണ്, നമ്മളുടെ നിത്യജീവിതത്തിൽ വൈദ്യുതി ഇന്ന് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് വൈദ്യുതി. ഞാൻ കഴിഞ്ഞ ദിവസം വൈദ്യുതി ഭവൻ സന്ദർശിച്ചപ്പോൾ
അവിടുത്തെ പ്രസംഗത്തിൽ എന്ത് പറയണം എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞ ഒരു കാര്യം, പിന്നെ പലരും അത് ഏറ്റു പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളുടെ വാട്ട് ആർ ദ ബേസിക് നെസസിറ്റീസ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് എന്ന് ചോദിച്ചാൽ നേരത്തെ ഇറ്റ് ഈസ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോതിങ്. ഭക്ഷണമാണ്, വസ്ത്രമാണ്, വീടാണ്. ഇറ്റ് ഈസ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോതിങ്. ഇപ്പോൾ അത് മാറി. ഞാൻ വൈദ്യുതി മന്ത്രി ആയതിനു ശേഷം എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു ഇറ്റ് ഈസ് എയർ, വാട്ടർ ആൻഡ് പവർ. ഇറ്റ് ഈസ് എയർ, വാട്ടർ ആൻഡ് പവർ. വായുവാണ്, വെള്ളമാണ്, അതേപോലെ തന്നെ പവറാണ് ഇന്ന് നമ്മളുടെ ജീവിതത്തെ ചലിപ്പിക്കാൻ, നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമായ കാര്യം. 100 വർഷങ്ങൾക്ക് മുൻപ് വൈദ്യുതി എങ്ങനെയാണ് ഇവിടെ വിതരണം ആരംഭിച്ചത് എന്ന് സ്വാഗത പ്രസംഗത്തില് പറഞ്ഞപ്പോഴാണ് ഞാനും നിങ്ങളും 100 വർഷം മുൻപുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും നമ്മൾക്ക് സാധിക്കുന്നു. അന്നത്തെ അവസ്ഥയല്ല അത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് ഗ്രാമത്തിലെ വിവിധ പ്രദേശങ്ങളിലെ രാത്രിയിലൊക്കെ യാത്ര ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ മെഴുകുതിരി കത്തിച്ച് ഒരു റബ്ബർ തോട്ടത്തിൽ നിന്നൊരു ചിരട്ടയെടുത്ത് ആ ചിരട്ടയ്ക്കകത്ത് ഇങ്ങനെ മെഴുകുതിരി പിടിച്ച് പോകുന്നു. അപ്പോൾ ഒരു തീപ്പെട്ടിയും മേടിക്കും ടൗണിൽ നിന്ന്. മെഴുകുതിരി കത്തിക്കാൻ ഒരു തീപ്പെട്ടി കൊള്ളി വരയ്ക്കും. എവിടെന്നെങ്കിലും മെഴുകുതിരി കാറ്റ് വന്ന് കെട്ടുപോയാൽ വീണ്ടും 1 or 2 കൊള്ളി വരച്ച് വീണ്ടും മെഴുകുതിരി കത്തിക്കും. അപ്പൊ എല്ലാ ദിവസവും ഞാൻ വീട്ടിലേക്ക് ഓരോ തീപ്പെട്ടി കൊണ്ടുപോകും. അപ്പൊ എന്റെ അമ്മ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, സണ്ണി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതുകൊണ്ട് വീട്ടിൽ തീപ്പെട്ടിക്ക് പഞ്ഞമില്ല. ആ സമയത്ത് ഇന്നിപ്പോ പല ആൾക്കും തീപ്പെട്ടി എന്നാന്ന് അറിയാൻ മേല. ഇപ്പൊ നമ്മള് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ തന്നെയാണ് നമ്മൾ വെളിച്ചം കാണുന്നതും, നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നതും, വെള്ളം കോരുന്നതും. പമ്പിയിലാണ്, വെള്ളം കോരലില്ല. തൊട്ടിയും കിണറൊന്നും അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ കപ്പിയും ഒന്നും ആളുകൾക്ക് അറിയില്ലായിരിക്കും, കയറൊന്നും അറിയില്ലായിരിക്കും. എല്ലാ ജീവിത ചലനങ്ങൾക്കും ഏറ്റവും അത്യാവശ്യം. ഞാൻ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ബീയിങ് ദ പൊസിഷൻ, അതാണ് സിറ്റുവേഷൻ എങ്കിൽ അതിന്റെ ഉൽപാദനം, പ്രസരണം, വിതരണം ഏറ്റവും കാര്യക്ഷമമാക്കാൻ, ഫലപ്രദമാക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാവരും, മന്ത്രി ഉൾപ്പെടെ എല്ലാവരും ഇതിന്റെ ഉൽപാദനം, പ്രസരണം, വിതരണം ഇത് കാര്യക്ഷമമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ. അതിലേക്ക് യോജിച്ച പ്രവർത്തനം ഏറ്റവും അത്യാവശ്യമാണെന്ന് കണ്ടതുകൊണ്ടാണ് അതിൽ ജനപ്രതിനിധികളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ, കാസർഗോഡ് മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ എല്ലാ ജില്ലകളിലും ഒരു റൗണ്ട് മീറ്റിംഗ് ആയി. ആ മീറ്റിംഗ് പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു ഇതിനെ ഒരു പീപ്പിൾ ഫ്രണ്ട്ലി, ജനസൗഹൃദ വകുപ്പും ഡിപ്പാർട്ട്മെന്റും ആക്കാനാണ് പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു. അതും യോഗം നന്നായി സ്വീകരിച്ചു. സ്റ്റീഫൻ ഇങ്ങോട്ട്. നടന്നു കഴിഞ്ഞു. അപ്പം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഇന്ററാക്റ്റീവ് പ്രോഗ്രാം ഒരു മിനിസ്റ്റർ നേരിട്ട് ഈ പവർ ഹൗസിൽ വന്ന് നേരിട്ട് കാണാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഞങ്ങളുടെ എല്ലാം വലിയ ഉത്തരവാദിത്തങ്ങളുടെ കൃത്യമായ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓഫീസ് സന്ദർശിച്ചത്, ഇനി മീറ്റിംഗ് വിളിച്ചത്. പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാം അറിയുന്നതാണ്, നമ്മളുടെ നിത്യജീവിതത്തിൽ വൈദ്യുതി ഇന്ന് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് വൈദ്യുതി. ഞാൻ കഴിഞ്ഞ ദിവസം വൈദ്യുതി ഭവൻ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ പ്രസംഗത്തിൽ എന്ത് പറയണം എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞ ഒരു കാര്യം, പിന്നെ പലരും അത് ഏറ്റു പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളുടെ വാട്ട് ആർ ദ ബേസിക് നെസസിറ്റീസ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് എന്ന് ചോദിച്ചാൽ നേരത്തെ ഇറ്റ് ഈസ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോതിങ്. ഭക്ഷണമാണ്, വസ്ത്രമാണ്, വീടാണ്. ഇറ്റ് ഈസ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോതിങ്. ഇപ്പോൾ അത് മാറി. ഞാൻ വൈദ്യുതി മന്ത്രി ആയതിനു ശേഷം എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു ഇറ്റ് ഈസ് എയർ, വാട്ടർ ആൻഡ് പവർ.
ഇറ്റ് ഇസ് എയർ, വാട്ടർ ആൻഡ് പവർ. വായുവാണ്, വെള്ളമാണ്, അതേപോലെ തന്നെ പവറാണ് ഇന്ന് നമ്മളുടെ ജീവിതത്തെ ചലിപ്പിക്കാൻ, നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമായ കാര്യം. 100 വർഷങ്ങൾക്ക് മുൻപ് വൈദ്യുതി എങ്ങനെയാണ് ഇവിടെ വിതരണം ആരംഭിച്ചത് എന്ന് സ്വാഗത പ്രസംഗത്തില് പറഞ്ഞപ്പോഴാണ് ഞാനും നിങ്ങളും 100 വർഷം മുൻപുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും നമ്മൾക്ക് സാധിക്കുന്നു. അന്നത്തെ അവസ്ഥയല്ല അത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് ഗ്രാമത്തിലെ വിവിധ പ്രദേശങ്ങളിലെ രാത്രിയിലൊക്കെ യാത്ര ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ മെഴുകുതിരി കത്തിച്ച് ഒരു റബ്ബർ തോട്ടത്തിൽ നിന്നൊരു ചിരട്ടയെടുത്ത് ആ ചിരട്ടയ്ക്കകത്ത് ഇങ്ങനെ മെഴുകുതിരി പിടിച്ച് പോകുന്നു. അപ്പോൾ ഒരു തീപ്പെട്ടിയും മേടിക്കും ടൗണിൽ നിന്ന്. മെഴുകുതിരി കത്തിക്കാൻ ഒരു തീപ്പെട്ടി കൊള്ളി വരയ്ക്കും. എവിടെന്നെങ്കിലും മെഴുകുതിരി കാറ്റ് വന്ന് കെട്ടുപോയാൽ വീണ്ടും 1 or 2 കൊള്ളി വരച്ച് വീണ്ടും മെഴുകുതിരി കത്തിക്കും. അപ്പൊ എല്ലാ ദിവസവും ഞാൻ വീട്ടിലേക്ക് ഓരോ തീപ്പെട്ടി കൊണ്ടുപോകും. അപ്പൊ എന്റെ അമ്മ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, സണ്ണി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതുകൊണ്ട് വീട്ടിൽ തീപ്പെട്ടിക്ക് പഞ്ഞമില്ല. ആ സമയത്ത് ഇന്നിപ്പോ പല ആൾക്കും തീപ്പെട്ടി എന്നാന്ന് അറിയാൻ മേല. ഇപ്പൊ നമ്മള് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ തന്നെയാണ് നമ്മൾ വെളിച്ചം കാണുന്നതും, നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നതും, വെള്ളം കോരുന്നതും. പമ്പിയിലാണ്, വെള്ളം കോരലില്ല. തൊട്ടിയും കിണറൊന്നും അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ കപ്പിയും ഒന്നും ആളുകൾക്ക് അറിയില്ലായിരിക്കും, കയറൊന്നും അറിയില്ലായിരിക്കും. എല്ലാ ജീവിത ചലനങ്ങൾക്കും ഏറ്റവും അത്യാവശ്യം. ഞാൻ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ബീയിങ് ദ പൊസിഷൻ, അതാണ് സിറ്റുവേഷൻ എങ്കിൽ അതിന്റെ ഉൽപാദനം, പ്രസരണം, വിതരണം ഏറ്റവും കാര്യക്ഷമമാക്കാൻ, ഫലപ്രദമാക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാവരും, മന്ത്രി ഉൾപ്പെടെ എല്ലാവരും ഇതിന്റെ ഉൽപാദനം, പ്രസരണം, വിതരണം ഇത് കാര്യക്ഷമമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ. അതിലേക്ക് യോജിച്ച പ്രവർത്തനം ഏറ്റവും അത്യാവശ്യമാണെന്ന് കണ്ടതുകൊണ്ടാണ് അതിൽ ജനപ്രതിനിധികളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ, കാസർഗോഡ് മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ എല്ലാ ജില്ലകളിലും ഒരു റൗണ്ട് മീറ്റിംഗ് ആയി. ആ മീറ്റിംഗ് പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, ഇതിനെ ഒരു പീപ്പിൾ ഫ്രണ്ട്ലി, ജനസൗഹൃദ വകുപ്പും ഡിപ്പാർട്ട്മെന്റും ആക്കാനാണ് പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു. അതും യോഗം നന്നായി സ്വീകരിച്ചു.